രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇന്റർവ്യൂ പുറത്തു വന്നതിന് ശേഷം ഒരു കടന്നൽ കൂട്ടാക്രമണമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടത്തുന്നത്. പലരും പാർട്ടിക്കകത്തു നിന്നും പുറത്തു നിന്നും ഒക്കെ സഹാക്കന്മാരും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തെ ആക്രമിക്കുന്നുണ്ട്. പക്ഷേ ചില പോസ്റ്റുകൾ പുറത്തു വരുമ്പോൾ അത് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി മാറുന്നു എന്നുള്ളതാണ്. അതായത് ഇത്തരം പോസ്റ്റുകളിലെ ചില വിവരങ്ങൾ രാഹുൽ ഈസിയായി ഈ കേസിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയുമെന്നാണ് വിദഗ്ധരടക്കം പറയുന്നത്. സത്യത്തിൽ അപ്പൊ ഇന്റർവ്യൂ രാഹുലിന് ഗുണമായി മാറിയോ? അല്ല, രാഹുലിന് ഗുണമായിട്ടാണ് ഇന്റർവ്യൂ മാറിയെന്ന് പറയുന്നത്. ഇപ്പൊ രാഹുലിന്റെ ഇന്റർവ്യൂ നടത്തിയ ആളെന്താ പറയുന്നത്, സ്വാഭാവികമായിട്ടും അതിജീവിതയുടെ ഭാഗങ്ങളൊക്കെ നമ്മൾ കേട്ടു, അവർക്ക് പറയാനുള്ളത് കേട്ടു. അത് ഏകപക്ഷീയമായിട്ട് കേൾക്കാൻ പറ്റില്ല. കാരണം കോടതി നിലപാടെടുത്തത് എന്തുകൊണ്ടാണ്, ഇത് ഉഭയകക്ഷി പ്രകാരമുള്ള ഒരു ബന്ധമായിരുന്നു. അതുകൊണ്ട് രാഹുൽ പൂർണ്ണമായും കുറ്റക്കാരനല്ല, അയാൾക്ക് ജാമ്യം നൽകാന്ന് പറഞ്ഞു. അതുകൊണ്ട് രാഹുലിന് പറയാനുള്ളത് കൂടെ കേൾക്കണം, ജനങ്ങൾ കേൾക്കണം. അപ്പോൾ കേരളീയ സമൂഹത്തിൽ ഒരു വലിയ വിഭാഗം രാഹുൽ പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്റർവ്യൂ വലിയ ചർച്ചയായി മാറിയത്. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിന് അവസരം കൊടുക്കുകയാണ് എന്തുകൊണ്ട് ഗോവിന്ദചാമിക്ക് അവസരം കൊടുക്കുന്നില്ല, എന്തുകൊണ്ട് കൊടിസുനിക്ക് അവസരം കൊടുക്കുന്നില്ല എന്നും പറയാൻ ആൾക്കാരുണ്ട്. അപ്പോൾ കേരളീയ സമൂഹത്തിൽ ഏത് കാര്യത്തെക്കുറിച്ചും ചർച്ച ചെയ്യാനും ഏത് കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയാനും ആളുകൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആ രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചർച്ചയെ കാണുന്നത്. പക്ഷെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെടെയുള്ള നിലവിലെ MLA-മാരെല്ലാം തന്നെ ഒരുപക്ഷെ വീണ്ടും ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ? അങ്ങനെ മത്സരിക്കണമെങ്കിൽ അവർക്കുള്ള കളം ഒരുക്കാൻ ആരെങ്കിലും ഒക്കെ ശ്രമിക്കുന്നുണ്ടോ? ഇക്കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. CPM പറയുന്ന കാര്യം എന്താണ്, വിജയസാധ്യതയുള്ള എല്ലാ MLA-മാർക്കും ഇത്തവണയും മത്സരിക്കാൻ അവസരം നൽകും. കഴിഞ്ഞ തവണ കർശനമായ ചില നിലപാടുകളൊക്കെ പിണറായി വിജയൻ സ്വീകരിച്ചു, ഇത്തവണ സ്വീകരിക്കില്ല. കാരണം LDF 3.0 വരണം എന്നുള്ളത് LDF-ന്റെ ആവശ്യമാണ്, ശബരിമലയിലെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉള്ളതുകൊണ്ട്. ഇവിടെ ആരോപണ വിധേയനായ ഒരു MLA-ആണ് മുകേഷ് കഴിഞ്ഞ തവണ നിയമസഭയിൽ വീണ്ടും മത്സരിച്ചു എന്ന് മാത്രമല്ല ലോക്സഭയിൽ സ്ഥാനാർത്ഥിയുമായിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഇപ്പോഴും ഇടതുപക്ഷത്തിന്റെ കൂടെയുണ്ട്. പിന്നെ കോൺഗ്രസിനെ മാത്രം എന്താണ് അങ്ങനെ പറയുന്നത്? അപ്പൊ കോൺഗ്രസിലുള്ള നേതാക്കൾക്ക് വീണ്ടും മത്സരിക്കാൻ അവസരം കൊടുക്കുമ്പോൾ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടം വീണ്ടും മത്സരിച്ചു കൂടാഴിയില്ല. കാരണം ഈ പ്രശ്നമെല്ലാം ഉണ്ടായിട്ടും പാലക്കാട്ടേക്ക് ചെന്ന രാഹുലിന് വലിയ സ്വീകാര്യത ലഭിച്ചു. അന്ന് മുതൽ ആളുകൾ പറയുന്നു, കോൺഗ്രസ് രാഹുലിന് സീറ്റ് നൽകിയില്ല എങ്കിൽ ഒരുപക്ഷെ രാഹുൽ സ്വതന്ത്രനായിട്ട് പോലും മത്സരിച്ചേക്കാം. ഇനി അങ്ങനെ ഒരു അവസരം വേണ്ട, രാഹുലിന് അനുകൂലമായ നിലപാടുണ്ടോ എന്നറിയാനായിട്ട് കോൺഗ്രസ് നേതൃത്വം തന്നെ ഇതിനൊരു അവസരം സൃഷ്ടിച്ചു കൂടാഴിയില്ല. ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കും? സ്ത്രീകൾ അടക്കമുള്ളവർ രാഹുലിനെ കടന്നാക്രമിക്കുകയാണോ, അതോ രാഹുലിന്റെ നിലപാടുകളെ പിന്തുണയ്ക്കുന്നുണ്ടോ? ചില ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ തന്നെയാണ് ശ്രദ്ധയിൽപ്പെട്ടിരുന്നത്. അതെ, ഈ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം MA ഷഹനാസ് ചില കാര്യങ്ങൾ, അതായത് ഇവൻ പണ്ടേ കോഴിയാണെന്ന് എനിക്കറിയാമായിരുന്നു, മഹിളാ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെയും രാഹുലിന്റെ ഫോണുകൾ ഒരുമിച്ച് വെച്ച് പരിശോധിക്കാൻ രാഹുൽ തയ്യാറാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിരവധി ആരോപണങ്ങളുമായാണ് രാഹുലിനെതിരെ MA ഷഹനാസ് രംഗത്തെത്തിയത്. അപ്പൊ ഈ ഷഹനാസിന്റെ രംഗപ്രവേശനത്തിന് ശേഷം ജസ്ല മാടശ്ശേരി എന്ന് പറയുന്ന, എനിക്ക് തോന്നുന്നു അവർ എക്സ് മുസ്ലിംസ് ആണെന്ന് തോന്നുന്നു, അവർ എക്സ് മുസ്ലിം ആണ്, കാരണം അവരുടെ മതത്തിലെ പോരായ്മകളൊക്കെ തുറന്നു പറയുന്ന ഒരു ശക്തിയായ ഒരു സ്ത്രീ ആയിട്ടാണ് എനിക്ക് അവരെ ഒരുപാട് പിന്നെ കമ്മോഷൻ കമന്റുകളൊക്കെ ഉണ്ട്. പലരും അവരെ അധിക്ഷേപിക്കാൻ ശ്രമിക്കുമ്പോഴും അവരെ ഉറച്ച നിലപാടുകൾ എപ്പോഴും എടുക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പൊ അവർ ഇന്നലെ ഒരു ചാറ്റ് പുറത്തു വിട്ടു. സത്യത്തിൽ അത് കണ്ടപ്പോൾ എനിക്ക് അവരോട് വല്ലാത്ത ബഹുമാനം ഒന്നുകൂടി കൂടി എന്നുള്ളതാണ്. കാരണം ഒരു ഞരമ്പ് രോഗിയായ ഒരു പുരുഷൻ, അയാൾ നമ്മളെ ഫേസ്ബുക്കിൽ പിന്നെ മെസ്സേജ് അയക്കുന്നു. പക്ഷേ ആ മെസ്സേജ് എവിടം വരെ നിർത്താം എന്നുള്ളത് നന്നായിട്ട് ജസ്ല മാടശ്ശേരിക്ക് അറിയാം. അതുപോലെ ആണ് എല്ലാ സ്ത്രീകൾക്കും അറിയാം ഈ പുരുഷന്റെ ചാട്ടം എങ്ങോട്ടാണ്, അല്ലെങ്കിൽ ഈ സ്ത്രീയുടെ ചാട്ടം എങ്ങോട്ടാണ്. അത് മനസ്സിലാക്കാൻ കഴിയാത്തവർ ചെന്ന് കുഴിയിൽ ചാടിയിട്ട് അയ്യോ ഞാൻ കുഴിയിൽ ചാടിയേ എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ ജസ്ല മാടശ്ശേരി രാഹുൽ മാങ്കൂട്ടം അയച്ച ഫേസ്ബുക്ക് പോസ്റ്റുകൾ അടക്കമാണ് അവരുടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നത്. എന്നിട്ട് അവർ പറയുന്നു ഇവൻ കോഴിയല്ല കുരിപ്പ് പിടിച്ച കോഴിയാണ്, പക്ഷെ എന്നോട് മോശമായി സംസാരിച്ചിട്ടില്ല, നിർത്തേണ്ടത് എവിടെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. പിന്നെ അതിന്റെ സ്ക്രീൻഷോട്ടുകൾ അടക്കമിടുന്നത്. ഇവിടെ ജസ്ല മാടശ്ശേരി അത് പറഞ്ഞ് കൃത്യമായി അവരവരുടെ നിലപാട് വ്യക്തമാക്കി പോയി. പക്ഷേ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തക ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷെങ്കിലും ഒരു മാധ്യമ പ്രവർത്തക, മുതിർന്ന നമുക്കങ്ങ് വെട്ടിക്കളയാം, ഒരു മാധ്യമ പ്രവർത്തക, അവര് ഈ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ഒരു പോസ്റ്റ് ഇട്ടു. പോസ്റ്റിന്റെ താഴെ അവർ കുറെ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത് ചാറ്റിന്റെ അല്ല, രാഹുൽ മാങ്കൂട്ടത്തിന് ഈ മൂന്നാമത്തെ അതിജീവിതയാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഒന്നാമത്തെ ഏതോ ആണെന്നോ രണ്ടോ മൂന്നോ ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഏതോ ഒരു അതിജീവിത ഈ പിന്നെ കുറെ സാധനങ്ങൾ വാങ്ങിക്കൊടുത്തതിന്റെ, ഷാംപൂ, ചെരുപ്പ്, ഫേസ് ക്രീം, ഗോട്ട് മിൽക്ക്, ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തതിന്റെ പിന്നെ സ്ക്രീൻഷോട്ടാണ് ഇവർ ഇട്ടേക്കുന്നത്. അത് രാഹുലിന് കൈപ്പറ്റിയതിന്റെ സ്ക്രീൻഷോട്ട്, രാഹുലിന്റെ അഡ്രസ് അടക്കം കൃത്യമായി പങ്കുവച്ചിട്ടുണ്ട്. അതിൽ ഒരു ഡേറ്റ് ഇവർ മാച്ചിട്ടാണ്, അതായത് മറച്ചിട്ടാണ് ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കും, ഈ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്.
ഇത് ഫെന്നി എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് സ്ഥാനാർത്ഥിയുമായ ഫെന്നി ഇതിന്റെ കൃത്യമായ വിവരങ്ങൾ ഈ ചാറ്റ് പുറത്തു വന്ന്, അല്ലെങ്കിൽ ഈ പോസ്റ്റ് പുറത്തു വന്ന് നിമിഷങ്ങൾക്കകം ഫെന്നിയും പങ്കുവച്ചിട്ടുണ്ട്. അതിൽ ഏപ്രിൽ 8-ാം തീയതിയാണ് ഈ അതിക്രൂര ബലാത്സംഗം നടന്നത് എന്നാണ് ഈ അതിജീവിത പറയുന്നത്. രാഹുൽ തന്നെ അതിക്രൂര 3 മണിക്കൂറോളം തന്നെ ബലാത്സംഗം ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. ഏപ്രിൽ 14-ാം തീയതി രാഹുൽ മാങ്കൂട്ടത്തിന് ഇവർ വാങ്ങിക്കൊടുത്ത സാധനങ്ങളുടെ കണക്കുകളാണ് ഈ ലക്ഷ്മി പത്മ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തക ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ 8-ാം തീയതി അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത ഒരാൾക്ക് പിന്നെ അയാളുടെ മുഖത്ത് നോക്കാൻ പോലും, നമ്മുടെ ഏറ്റവും വലിയ ശത്രു അയാളായിരിക്കും. അയാൾ ബലാത്സംഗം ചെയ്തിട്ടുണ്ട് എങ്കിൽ, നമ്മുടെ അനുവാദമില്ലാതെ നമ്മുടെ ഒരാൾ ശരീരത്തിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾ പിന്നീട് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായിരിക്കും. അപ്പോ അയാളെ അത്തരത്തിൽ ശത്രുവായി കാണുന്ന ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് അയാൾക്ക് ഈ ഏപ്രിൽ 14-ാം തീയതി ഇത്രയും സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാൻ കഴിയുന്നത്? ഇപ്പൊ ഇവര് പറയുന്നത് ഒരുപാട് ന്യായീകരണവുമായ ആളുകൾ രംഗത്തത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള സെക്സ് ആണ്, അല്ലെങ്കിൽ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിഞ്ഞുകൊണ്ടുള്ള സമ്മതപ്പെടുത്തിയുള്ള മുന്നോട്ട് പോക്കാണെന്നൊക്കെ ഇതൊക്കെ ഇവർക്ക് എന്തൊക്കെ ന്യായീകരിക്കാനുണ്ടോ അതുപോലെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പുരുഷന് ന്യായീകരിക്കാൻ ഒരു കാരണം ഉണ്ടാകുമില്ലേ? അപ്പോ ഈ ന്യായീകരണങ്ങളുടെ ഇടയിൽ രണ്ടുപേരും തമ്മിലുള്ള ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള നടന്ന സെക്സിനെ കോടതി പോലും അംഗീകരിക്കുന്നുണ്ട്. കോടതി പറയുന്നത് അതൊരിക്കലും രണ്ടുപേര് തമ്മിൽ, പ്രത്യേകിച്ച് വിവാഹിതയായ ഒരു സ്ത്രീ ഇത്തരത്തിൽ ഉഭയകക്ഷി സമ്മതപ്രകാരം സെക്സ് ചെയ്താൽ അതിൽ കേസെടുക്കാൻ കഴിയില്ല എന്ന് കോടതിയുടെ ഉത്തരവ് തന്നെ ഉണ്ട്. അപ്പോ ഈ പറയുന്നവരെല്ലാം വിവാഹിതരാണെന്നാണ് പറയുന്നത്. അതിൽ ഒരാൾ മാത്രമാണ് അവിവാഹിത എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുക. തെറ്റാണെങ്കിൽ ക്ഷമിക്കാം. അപ്പൊ ഇതിനുശേഷം രാഹുൽ മാങ്കൂട്ടം ഇവരോടൊക്കെ ഈ ഒരു അതിജീവിതമാരോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, അതായത് ഈ സ്ത്രീയെ കൊല്ലും എന്ന് പറയുന്നതിലോടൊന്നും, അത് ആ ഫുൾ ഓഡിയോ ക്ലിപ്പ് കേട്ടാൽ നമുക്ക് മനസ്സിലാവും അത് പറയുന്നത് ഏത് ഘട്ടത്തിലാണെന്നുള്ളത്. പക്ഷെ എന്നെ അതിൽ ഏറ്റവും കൂടുതൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നീചത്വവും മനസ്സിലാക്കിയത്, ഇതൊന്നും അറിയാതെ ഭൂമിയിലേക്ക് ആ സ്ത്രീകളുടെ വയറ്റിൽ ജനിച്ചൊരു കുഞ്ഞുണ്ടാകും. ആ കുഞ്ഞിനെ കൊല്ലണം, നമ്മുടെ കുഞ്ഞിനെ നിന്റെ വയറ്റിൽ കാണണം എന്ന് പറഞ്ഞ മനുഷ്യൻ തന്നെയാണ് പറയുന്നത് എനിക്ക് ആ കുഞ്ഞിനെ കൊല്ലണം. അവിടെയാണ് ഇയാൾ ഒരു അമ്മയ്ക്ക് തന്നെയാണോ ജനിച്ചത് എന്നൊക്കെ നമ്മൾ തോന്നിപ്പോകുന്ന നിമിഷമാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പോ റിനി പറഞ്ഞ കാര്യങ്ങളായാലും, ഹണി ഭാസ്കരൻ പറഞ്ഞ കാര്യങ്ങളായാലും, ഷഹനാസ് പറഞ്ഞ കാര്യങ്ങളായാലും ഒക്കെ രാഹുൽ കൃത്യമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം കോടതിയിൽ ഇരിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ വെളിപ്പെടുത്താൻ കഴിയില്ല, പക്ഷേ ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ രാഹുൽ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോ ഈ ജസ്ലാം ആടശ്ശേരിക്ക് ഒരു ബൗണ്ടറി ഇടാൻ കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ നിരവധി ജസ്ലാം ആടശ്ശേരിമാർക്ക് ഒരു ബൗണ്ടറി ഇടാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് കഴിയുന്നില്ല എന്നുള്ളത് ഒരു വലിയ ചോദ്യമല്ലേ? തീർച്ചയായിട്ടും. കാരണം നമുക്ക് ഒരാൾ മെസ്സേജ് അയക്കുക, നമ്മളുമായിട്ടുള്ള ഒരു ബന്ധം ചെയ്താൽ ഏത് സ്ഥലത്ത് നമുക്ക് ഒരു അതിർത്തി ലംഘിച്ചത് തിരിച്ചറിയാൻ പറ്റും. രാത്രിയൊക്കെ നമ്മൾ ഫേസ്ബുക്കിൽ ഒരു ഇരുന്നാൽ ഇവരുടെ ഈ ചില കഴപ്പുമൂത്ത ഞരമ്പുകളുടെ വിചാരം എന്ന് പറയുന്നത്, നമ്മൾ ഫേസ്ബുക്കിൽ ഇരുന്ന് ഈ പച്ച ലൈറ്റ് കഴിഞ്ഞാൽ ഉടനെ പറയും നമ്മൾ ആരോടോ ചാറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ 11 മണിക്ക് 12 മണിക്കൊക്കെ ഫേസ്ബുക്കിൽ കണ്ടാൽ ഇവള് പോക്ക് കേസാണ്, എന്നാ പിന്നെ ഇവർക്ക് ഒരു ചാറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് പലരും ആഹാരം കഴിച്ചോ, എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമുക്ക് മെസ്സേജ് അയക്കേണ്ടത്. അപ്പൊ നമുക്ക് വരുന്ന മെസ്സേജിന്റെ തൊട്ട് താഴെ ആഹാരം കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ എന്റെ ഒരു സ്ഥിരം ഡയലോഗ് എന്ന് പറയുന്നത്, നിന്റെ വീട്ടിൽ നിന്റെ അമ്മയും ഭാര്യയും പെങ്ങളും ആഹാരം കഴിച്ചോ? അത് നീ അത് ചോദിക്കുക. എന്നിട്ട് കാണാത്ത എന്നോട് ചോദിച്ചാൽ പോരെന്ന് ചോദിച്ച് ഞാൻ ആ കോൺവെർസേഷൻ അവസാനിപ്പിക്കാറുണ്ട്. എന്റെ മൂഡ് അനുസരിച്ചാണ്. സുഖമാണോ എന്ന് ചോദിച്ചാൽ അത് നീ നിന്റെ വീട്ടിൽ ഇരിക്കുന്നവരോട് ചോദിക്കുക എന്ന് ഞാൻ തിരിച്ചു പറയും. നമ്മളത് പ്രോത്സാഹിപ്പിക്കാറില്ല, അത് അവിടെ വെച്ച് അവസാനിപ്പിക്കും. അത്തരം ഓരോരുത്തരുടെ നിലപാടല്ലേ. നമ്മൾ സ്വീകരിക്കുന്ന നിലപാട് മറ്റുള്ളവർ സ്വീകരിക്കണമെന്നില്ല. ചിലർ അതിനെ എന്റർടൈൻ ചെയ്യുന്നുണ്ടാവും. വന്നോട്ടെ, ഞാൻ ബോറടിച്ചിരിക്കുകയാണ്, എന്തെങ്കിലും പിന്നെ മാത്രമല്ല എം എൽ എ നമ്മളെ പേരെടുത്ത് വിളിച്ചിട്ടായിരിക്കും ചെയ്തത്. എന്റെ പേരെടുത്ത് വിളിക്കാൻ മാത്രമുള്ളതാണ്. അതിനെ എന്റർടൈൻ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പൊ എന്റർടൈൻ ചെയ്യുന്നവരും എന്റർടൈൻ ചെയ്യാത്തവരുമുണ്ട്. അപ്പൊ നിലപാടുകൾ ഓരോ വ്യക്തിക്കും എടുക്കാവുന്നതാണ്, സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അപ്പൊ ഇവിടെ പോസ്റ്റ് ഇടുന്നു, അല്ലെങ്കിൽ അതിന് മറുപടി കൊടുക്കുന്നു, അതിന്റെ ചാറ്റുകൾ പുറത്തു വിടുന്നു, സ്ക്രീൻഷോട്ട് പുറത്തു വിടുന്നു. ഇതിലൂടെ ചില ആളുകളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന് പണി കൊടുക്കുക എന്നുള്ള. മറ്റു ചിലരുടെ ലക്ഷ്യം എന്താ, രാഹുൽ മാങ്കൂട്ടം ഒരു പാവാട എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ രക്ഷിക്കാനുള്ളതാണ്. അപ്പൊ നിലപാടുകൾ ഓരോരുത്തർക്കും അനുസരിച്ച് മാറി മാറി വരും. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്റർവ്യൂ ചെയ്ത വ്യക്തിക്കും ആ സ്ഥാപനത്തിനും ചില ലക്ഷ്യങ്ങൾ ഉണ്ടാവില്ലേ? ആ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒന്ന് വെളുപ്പിച്ചെടുക്കണം എന്നുള്ളതുണ്ടാവും. രാഹുൽ മാങ്കൂട്ടത്തിന് ആദ്യകാലം മുതൽ വെളുപ്പിച്ചെടുക്കുന്ന എത്രയോ ഓൺലൈൻ ചാനലുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചില ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തെ അടച്ചാക്ഷേപിക്കും. ഇപ്പൊ നമ്മൾ ഒരു വിഷയം വന്നാൽ ആ വിഷയത്തിൽ അധിഷ്ഠിതമായിട്ടാണ് നിലപാടെടുക്കുന്നത്. അല്ലാതെ
ഒരു വ്യക്തിയെ വെളുപ്പിച്ചെടുക്കാനും നമ്മൾ പോകില്ല, അയാളെ അന്ധമായിട്ട് കുറ്റപ്പെടുത്താനും പറ്റില്ല. തെളിവുകളും സാഹചര്യങ്ങളും ഒക്കെ എന്താണോ അതിനനുസരിച്ചുള്ള വാർത്തകളും വിശകലനങ്ങളും മാത്രമാണ് ചെയ്യുന്നത്. ഇവിടെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇന്റർവ്യൂ ആണ് ഇത്രയും വലിയ ചർച്ചാ വിഷയമായത്. ഇതുകൊണ്ട് തീരുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഇതിലിനി പിന്നെ എന്താ, അവരൊരു ചാറ്റ് പുറത്തോടും, ഇവര് 2 ചാറ്റ് പുറത്തോടും, മറ്റൊരു 4 പുറത്തോടും. ഇവര് അവസാനം സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയോ? രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് അയോഗ്യനാക്കില്ല. പിന്നെ ജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. കാരണം ഒരുപാട് അമ്മമാർ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി രംഗപ്രവേശനം ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ മകനാണ്, അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തെറ്റാ പെണ്ണുങ്ങളും ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ അമ്മമാർ രംഗത്തെത്തുന്നുണ്ട്. പാലക്കാട് ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടം ഇനിയും നിന്നാൽ ജയിക്കും. കാരണം അത്തരം ഒരു പിന്തുണയുണ്ട്. അയാള് വ്യക്തി ജീവിതത്തിൽ എങ്ങനെയെന്നുള്ളതല്ല, പിന്നെ ജനങ്ങളുമായി ഇടപഴകുമ്പോൾ എങ്ങനെയുള്ളത് എന്നുള്ളതാണ് ആളുകൾ നോക്കുന്നത്. അപ്പൊ ഇതൊന്നും ആളുകൾക്ക് ചിലപ്പോൾ അവർ വലിയ കാര്യമായി എടുക്കണം എന്നില്ല. അങ്ങനെ എടുത്തിരുന്നെങ്കിൽ ഈ തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വെച്ച് UDF തകർന്ന് തരിപ്പണമാകണ്ടേ? UDF LDF-നേക്കാളും മുകളിലോട്ടാണ് പോയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് വീണ്ടും മത്സരിപ്പിക്കും. രാഹുൽ മാങ്കൂട്ടം ഒരുപക്ഷെ ജയിക്കുകയും ചെയ്യും. അങ്ങനെ ജയിച്ചു വന്നാൽ ഈ കേസ് തള്ളിപ്പോവുകയും ചെയ്താൽ, നമുക്കറിയില്ല കോടതിയുടെ വിഷയങ്ങൾ, കോടതി എല്ലാം കൃത്യമായി പരിശോധിച്ചായിരിക്കാം ഒരു വിധി പറയുന്നത്. ഈ കേസ് തള്ളിപ്പോവുകയും ചെയ്താൽ ഈ പറഞ്ഞവരും ഈ രംഗത്തെത്തിയവരും ഈ രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ചവർ, രാഹുൽ പറക്കോഴിയാണെന്ന്, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കോഴിയാണെന്നൊക്കെ പറയുന്നവരുമൊക്കെ ഒരുപക്ഷെ ഒറ്റപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകില്ലേ? തീർച്ചയായിട്ടും അതായിരിക്കും സംഭവിക്കാനിരിക്കുന്നത്. എന്തായാലും സോഷ്യൽ മീഡിയയിലുള്ള വാക് പോരാട്ടങ്ങൾ അല്ലെങ്കിൽ ആരോപണം പ്രത്യാരോപണം അവസാനിക്കില്ല. ഇനി അവസാനിക്കാത്തടത്തോളം കാലം വീണ്ടും പുതിയ നീക്കങ്ങളും പുതിയ ചർച്ചകളും ഉണ്ടാവട്ടെ. അപ്പോൾ നമുക്ക് വീണ്ടും സംസാരിക്കാം.